നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. നല്ല എളുപ്പമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഇതാ എ സിയുടെ സിമ്പൽ ഞാനിവിടെ വരയ്ക്കാം. ഇതാ ഒരു കപ്പാസിറ്റർ ഓക്കെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഈ സമയത്തുള്ള വോൾട്ടേജിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എത്ര? വി ആണ്. ഈ ഇൻസ്റ്റൻറ്റിൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവാണ്. ഇനി കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ Q/C എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് Q/C ആണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി. ആ സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജും വേണം, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ടും വേണം. ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾക്ക് ഇനി വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പോൾ ഈ സമയത്ത് വാട്ട് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ്? അതിനെ നമുക്ക് VM sin ωt എന്ന് വിളിക്കാം. ഇക്വേഷൻ നമ്പർ 1. ഇതിനകത്തൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ആർക്കും ഇല്ല. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. കിർച്ചോഫിൻ്റെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0. ഇവിടുത്തെ വോൾട്ടേജ് Q/C ആണ്. Q/C മൈനസ് പ്ലസ് മൈനസ് V ഈക്വൽ ടു 0 എന്നാണ്. അല്ലെങ്കിൽ Q/C ഈക്വൽ ടു V എന്നാണ്. ഇനി അടുത്ത ഈ C എടുത്ത് ഇവിടെ വയ്ക്കുക. അപ്പോൾ എന്തായി? Q ഇസ് ഈക്വൽ ടു CV എന്നായി. അപ്പോൾ Q ഈക്വൽ ടു C അതുപോലെ എഴുതി. എന്താണ് V എന്ന് പറഞ്ഞാൽ? VM sin ωt ആണ്. അപ്പം നമുക്കിവിടെ ചാർജിൻ്റെ ആൻസർ കിട്ടി. ഇനി എനിക്ക് വേണ്ടത് കറണ്ടിൻ്റെ ആൻസറാണ്. കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് ഈസ് ഈക്വൽ ടു dQ/dt എന്നാണ്. കറണ്ട് ഈസ് ഈക്വൽ ടു dQ/dt എന്നാണ്. അപ്പോൾ കറണ്ട് ഈസ് ഈക്വൽ ടു d/dt അതുപോലെ എഴുതി. ബാക്കി ചാർജിൻ്റെ വാല്യൂ CVM sin ωt എന്നാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് ഈസ് ഈക്വൽ ടു സിയും VM ഇങ്ങനെ പുറത്തെടുത്തു. ബാക്കി d/dt ഓഫ് sin ωt എന്നാണ്. അടുത്ത I ഈസ് ഈക്വൽ ടു CVM അതുപോലെ എഴുതി. ദെൻ ബാക്കി കാര്യങ്ങൾ പറയണം. സൈനിനെ ഡിഫറൻസിയേഷൻ നടത്തി എന്താ കിട്ടുക? കോസ് ആണല്ലോ. അപ്പം കോസ് ωt എന്ന് തീർന്നോ? ഇനി ഒമേഗാറ്റിയെ സൈഡിലോട്ട് ഡിഫറൻസിയേഷൻ നടത്തുക. ഇപ്പോൾ d/dt ഓഫ് ωt ചെയ്യണം. എന്ത് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഒമേഗ പുറത്തെടുത്തിട്ട് d/dt t എന്ന് വരും. ഇപ്പോൾ ഒമേഗ എന്നാണ് ആൻസർ വരുന്നത്. എന്താ വരിക? ഒമേഗ. അപ്പോൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഇവിടെ ആകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായോ? സൈനിനെ ഡിഫറൻസിയേഷൻ നടത്തിയാൽ എന്താ കിട്ടുക? സൈനിനെ ഡിഫറൻസിയേഷൻ നടത്തിയാൽ കോസ്. ഇനി ωt ഇവിടെ കിടക്കുന്നുണ്ട്, അതിനെയും കൂടെ ചെയ്യണം. അപ്പോൾ ഒമേഗ എന്ന് വരും. ബാക്കി I ഈക്വൽ ടു CVM അതുപോലെ എഴുതി. ഇനി ഒമേഗയും എഴുതി. ബാക്കി കോസ് ωt ഇല്ലാതാക്കരുത്. പൈ ഈക്വൽ ടു ഇനി ഞാൻ ചെയ്യുന്നത് നോക്കിക്കോണം. VM അതുപോലെ എഴുതി. ഓക്കെ, VM അതുപോലെ എഴുതി. ഇനി C⍵ ഉണ്ടല്ലേ, ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു. 1/C⍵ എന്ന് എഴുതിയാൽ ശരിയാവോ? ആവും. ഇപ്പോൾ ഡിവൈഡഡ് ബൈ 1/C⍵ എന്ന് പറയുമ്പോൾ C⍵ മേലെ വരും, ഇത് തന്നെ വരും. എന്തോ കൂത്തി ചെയ്യാൻ പോവാണ്. കോസ് ωt ബുദ്ധിമുട്ടില്ല. ഇനി ഇവിടെ 1/C⍵ എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. എന്താണ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. നമ്മൾ നേരത്തെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പറഞ്ഞു അല്ലേ? ഇൻഡക്ടർ കൊടുക്കുന്ന തടസ്സത്തിന് പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അതുപോലെ കപ്പാസിറ്റർ കൊടുക്കുന്ന തടസ്സത്തിൻ്റെ പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അതിനെ നമ്മൾ XC എന്ന് റെപ്രസെൻ്റ് ചെയ്യും. എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? XC. അപ്പോൾ നമ്മളിവിടെ കറണ്ടിൻ്റെ ആൻസർ I ഈസ് ഈക്വൽ ടു VM അതുപോലെ എഴുതി. ഡിവൈഡ് ബൈ 1/C⍵ പകരം XC എന്ന് എഴുതി. ബാക്കി കോസ് ωt എന്ന് എഴുതി. ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഇനി നമുക്കറിയാവുന്നുള്ളൊരു ഇക്വേഷൻ ഞാൻ എഴുതാം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 90 പ്ലസ് തീറ്റ എന്നൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 90 പ്ലസ് തീറ്റയാണ്. അപ്പോൾ സൈൻ 90 മൈനസ് തീറ്റയും കോസ് തീറ്റയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഏതാണ്? കോസ് തീറ്റ ഈക്വൽ ടു സൈൻ 90 പ്ലസ് തീറ്റ എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ് ωt ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സൈൻ പെട്ടെന്ന് പറയൂ π/2 പ്ലസ് ωt എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പറയൂ. I ഈക്വൽ ടു പറയൂ VM/XC അതുപോലെ എഴുതി. കോസ് ωt പകരം സൈൻ π/2 പ്ലസ് ωt എന്ന് എഴുതി. ബുദ്ധിമുട്ടില്ല. ഇനി ഞാൻ എഴുതുന്നത് നോക്കണം. I ഈസ് ഈക്വൽ ടു ഞാൻ ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ കൊടുക്കുന്ന തടസ്സം.
അത് റെസിസ്റ്റൻസ് പോകുന്ന ഇക്വലൻ്റ് ആണ്. അപ്പോൾ V/R ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? I എന്ന് എഴുതും. അപ്പോൾ VM/R എന്താണ്? IM. അപ്പോൾ ഇതിന് പകരം IM എന്ന് എഴുതി. സൈൻ ഞാൻ അതുപോലെ എഴുതി. ബാക്കി 90 + ω t എന്നുള്ളതിന് പകരം ω t+ ഇങ്ങനെ എഴുതി. കുഴപ്പമുണ്ടോ? അപ്പോൾ നമുക്കിതാ ഇവിടെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നോക്കൂ. അപ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ആൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. ഇവിടെ നോക്കൂ. ഇവിടുത്തെ ആംഗിൾ ω t ആണ്. ഇവിടുത്തെ ആംഗിൾ ω t + π/2 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്? കറണ്ട് എഹെഡ് ആണ്. നേരത്തെ -π/2 ആയിരുന്നു ഇൻഡക്ടറിൻ്റെ കേസിൽ. കപ്പാസിറ്ററിൻ്റെ കേസിൽ വന്നപ്പോൾ +π/2 ആയി. അപ്പോൾ എന്താണ്? കറണ്ട് ഈസ് എഹെഡ് ഓഫ് വോൾട്ടേജ് ബൈ എ ഫേസ് ഓഫ് π/2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ബുദ്ധിമുട്ടിച്ചോ? ഇനി നമുക്കിതിനെ ഒരു ഗ്രാഫിൽ കാണിക്കാം. ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ആരുടെടുത്തും ഇനി സഹായത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വരച്ചു. അപ്പോൾ ഇതങ്ങോട്ട് വരച്ചു. ഇവിടെ 0, ഇവിടെ π, ഇവിടെ 2π, അടുത്തേ ഇവിടെ π/2, അടുത്തേ ഇവിടെ 3π/2. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി ഇവിടെ വോൾട്ടേജ് എന്ന് എഴുതി. അടുത്ത എന്താണ് ജോലി? ഈ മാക്3 ഹൈറ്റിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഇവിടെ മാർക്ക് ചെയ്യുക. VM എന്നാണ്. എന്താണ്? VM എന്നാണ്. ഇനി നമ്മളിവിടെ നോക്കൂ. VM/XC ആണ് IM എന്ന് എഴുതിയത്. അപ്പോൾ IM എന്ന് പറയുന്നത് എന്തിനേക്കാളും ചെറുതാണ്? VM-നേക്കാളും ചെറുതാണ്. ഇനി നമ്മളപ്പോൾ കറണ്ടിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരയ്ക്കും എന്ന് പറയാം. കറണ്ടിന് എവിടെ നോക്കൂ. I = IM sin ω t + π/2 എന്നാണ്. അതായത് വോൾട്ടേജ് ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തേ? അതിനേക്കാളും π/2 മുമ്പേ ആണ് അവൻ. അതായത് 90 ഡിഗ്രി മുമ്പേ അവൻ ആ വാല്യൂ അറ്റൈൻ ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് -π/2 അല്ലേടെ? അപ്പോൾ നോക്കൂ. ഇവിടെ നിന്നാണ് വോൾട്ടേജിൻ്റെ ഗ്രാഫ് നിങ്ങൾ വരച്ചത്. അപ്പോൾ കറണ്ടിൻ്റെ ഗ്രാഫ് അതിനേക്കാളും π/2 നേരത്തെ വരച്ചു തുടങ്ങണം. അപ്പോൾ ഇവിടെ നിന്ന് വരച്ചു തുടങ്ങണം. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് പിന്നെ ഇവിടെ പോയി ബാക്കി അങ്ങോട്ട് വരയ്ക്കണം. അപ്പോൾ ഞാൻ വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക. ഇതാ വരയ്ക്കുന്നു. ഹൈറ്റ് കുറഞ്ഞ ഗ്രാഫാണ്. കണ്ടോ? ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? കറണ്ടിൻ്റെ. നമുക്ക് ഈ ആക്സിസിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള പാർട്ട് വേണമെന്നില്ല. ഇനി ഇത്രയും ഹൈറ്റ്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഹൈറ്റ് എന്ന് പറയുന്നത് IM ആണ്. അപ്പോൾ ഇത്ര എഴുതി. ഇനി ബാക്കി ഇനി ഏതാണ് വേണ്ടത്? നിങ്ങൾക്ക് ഫേസർ ഡയഗ്രാം. ഫേസ് ഡയഗ്രാം ഇതാ നോക്കും. വരയ്ക്കുന്നു. ഇതാ ഇവിടെ വോൾട്ടേജ് എന്ന് എഴുതി. വോൾട്ടേജിൻ്റെ ആംഗിൾ എന്താണ്? ഇവിടെ നോക്കൂ. ω t അല്ലേ? അപ്പോൾ ഇവിടെ ആയിട്ട് ഈ ഉണ്ടാക്കിയ ആംഗിൾ ω t എന്നാണ്. ഇനി എന്തിനാണ് വേണ്ടത്? കറണ്ടിൻ്റെയാണ്. ഞാൻ വരയ്ക്കുന്ന കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതാ ഞാൻ വരയ്ക്കുന്ന കറക്റ്റ് ആണോ നിങ്ങൾ പറയണം. ഇതാണ് കറണ്ട്. വോൾട്ടേജും കറണ്ടും തമ്മിൽ π/2ൻ്റെ ഡിഫറൻസ് ഉണ്ട്. ശരിയല്ലേ? ഇതാണ് വോൾട്ടേജ്, ഇവിടെ കറണ്ട്. ഇത് രണ്ടും തമ്മിൽ π/2ൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ്. ഓക്കെ. ഇനി ഇവിടുന്ന് ആംഗിൾ നോക്കിക്കോണം. ഇത്രയും ω t ആണ്. ഇവിടെ നിന്ന് ഇതുവരെ π/2 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ആംഗിൾ അളന്ന് എഴുതുമ്പോൾ ഇത്രയും സ്ഥലം എന്ത് വരും? ω t + π/2 എന്നല്ലേ? അപ്പോൾ കറക്റ്റാണ്. ω t + π/2 കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തു, ഫേസ് ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്തു. എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നുകൂടെ പറയണം. ഇത് നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഈസി ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. സോ റൈസിങ് ശ്രദ്ധിക്കും. സേ ഫസ്റ്റ് കൺസിഡർ an AC circuit containing capacitor only. So you consider an AC circuit containing capacitor only. The instantaneous value of voltage is V. Here positive, here negative. Then this is capacitor. What is current in the line? Current in the line can be taken as I. What is the PD between the plates? Q/C. Then see, instantaneous value of voltage can be written as, say, V = VM sin ω t. Equation number 1. No problem. Then what is the next? Instantaneous value of current I want. So for getting that, I am using Kirchhoff's voltage rule. Tell me, Q/C plus minus V = 0, or Q/C = V, or Q/C = what is V? V = VM sin ω t. No problem. Then crossing. So this will come here. So Q is equal to CVM sin ω t. No problem. Then I want the current. So how can I get current? Current is equal to dq/dt. So dq/dt is equal to d/dt. Then what is a charge? It is CVM sin ω t. CVM sin ω t. Then
so current is equal to CVM taken out. Balance d by dt, say sin omega t. Okay. Then current is equal to CVM as such sin omega t. You differentiate the sin. What will you get? Cos. So cos omega t. So story is not ending there. You have to differentiate omega t again. So on differentiating omega t, you will get omega. So into omega. So if it is integration divided by omega, here into omega. Then so I is equal to say CVM, then omega, then cos omega t. No problem. Then what is the next one? Cos theta equal to sin 90 plus theta. This is the equation familiar to you. Then I am using it here. So I equal to say CVM omega. So for this say sin pi by 2 plus instead of theta here you can find omega t. So omega t. Ini parayandallo. Then next step I is equal to Vm written as such divided by 1 by c omega. ശരിയാണല്ലോ ഇത്. സോ ഇത് തന്നെയാണ് ഇത്. സോ ഈക്വൽ then sin then ഇതിനെ തിരിച്ചെഴുതാം ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് എഴുതാം. നോ പ്രോബ്ലം. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? 1 ബൈ സി ഒമേഗ ഈസ് എക്സ് സി. എക്സ് ഈസ് വാട്ട്? Capacitive reactance. What is it? Capacitive reactance. Capacitive reactance. No problem. Then put the value here. So I equal to say what is I? Vm divided by what is 1 by c omega? Xc. Then sin say sin omega t plus pi by 2. Omega t plus pi by 2. Then V by Xc is equivalent to resistance. So V by R I. Vm by R Im. So similarly, so I equal to here Vm by Xc Im, then sin, then omega t plus pi by 2. Okay. So this is a next equation. Equation number 2. No problem. Then see the equations. This is a equation for voltage. That is a equation for current. Here the angle is omega t. Here the angle is omega t plus pi by 2. So here you can find pi by 2 additional. That is current is ahead. Current is ahead by a phase of pi by 2. So the variation can be plotted in a graph. Shown in a graph. So this is a graph. Okay. Here this is the graph for voltage. See here 0. Here 0. Pi by pi. Then 2 pi. Then pi by 2. Then 3 pi by 2. No problem. Then this height is what? This height is equal to Vm. No problem. Then see ഓർത്തിരിക്കേണ്ടത് കറണ്ട് ഈസ് ഹെഡ്. കറണ്ട് ആണ് മുമ്പേ. അപ്പം മുമ്പേ അവൻ സ്റ്റാർട്ട് ചെയ്യും എന്നാലോചിച്ചാൽ മതി. അപ്പോൾ എത്ര? സി ദിസ് ഈസ് മൈനസ് പൈ ബൈ 2. Am I right? സി വോൾട്ടേജ് ഗ്രാഫ് സ്റ്റാർട്ട്സ് ഹിയർ. സോ കറണ്ട് സ്റ്റാർട്ട്സ് ഹിയർ എന്ന് ചിന്തിക്കുക. ദെൻ അടുത്ത വി എം ബൈ എക്സ് സി ആണ് ഐ എം. അപ്പോൾ വി എമ്മിനേക്കാളും ചെറുതായിരിക്കും ഐ എം. അപ്പോൾ ഹൈറ്റ് കുറച്ച് വരയ്ക്കണം. അപ്പോൾ ഇവിടെ പോയിന്റ്സ് ആദ്യം ലൊക്കേറ്റ് ചെയ്യുക. ഇവിടുന്ന് പിന്നെ ഇവിടുന്ന്. ഓക്കെ. ഈ 3 പോയിന്റുമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഹൈറ്റ് കുറഞ്ഞ ഗ്രാഫ്. ഓക്കെ. ഇവിടെ വരച്ചു. അതിൻ്റെ ബാക്കി ഇവിടെ വരച്ചു. അതിൻ്റെ ബാക്കി അങ്ങോട്ട്. ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? കറണ്ടിൻ്റെ. ഇനി അടുത്ത എന്താണ്? ഈ ഹൈറ്റ് എന്താണ്? ദിസ് ഹൈറ്റ് ഈസ് ഐ എം. സോ ദിസ് ഈസ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ദെൻ അടുത്ത എന്താണ്? ഫേസ് ഡയഗ്രാം. പറയൂ. സി ദിസ് ഈസ് അടുത്ത് ചോദിക്കണം. ദിസ് ഈസ് വോൾട്ടേജ്. Voltage makes an angle omega t. Okay. Then what is the angle between current and voltage? 90. So ഇതാണ് കറണ്ട്. അപ്പോൾ ഇതാണ് കറണ്ട്. ദെൻ ഈ ആംഗിൾ 90 ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ. ഇവിടെ നിന്നുള്ള ടോട്ടൽ ആംഗിൾ എത്രയായി? ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആയി. കറക്റ്റ് ആണ്. സേ ദിസ് ഈസ് വാട്ട് മെത്തേഡ്? ഫേസ് ഡയഗ്രാം മെത്തേഡ്. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞേ. ഇനി എന്നെ സഹായിച്ചാൽ ഞാൻ അങ്ങോട്ട് സഹായിക്കാം. പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് ഒന്നുകൂടെ എഴുതി അടുത്തതിൻ്റെ പവർ സെക്ഷനിലേക്ക് പോകാം. ഓക്കെ. പെട്ടെന്ന് എന്തൊക്കെയാണ്? സി കൺസിഡർ സെൻറ്റൻസുകളെല്ലാം വേണം. കൺസിഡർ ആൻ എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി. ഓക്കെ. ദെൻ പോസിറ്റീവ്, നെഗറ്റീവ്. Then Q by C is the voltage. Then V is the instantaneous value of voltage. See, consider an AC circuit containing capacitor only. Instantaneous value of voltage is say Vm sin omega t. Equation number 1. Then applying Kirchhoff's loop rule, say Q by C plus minus V equal to 0 or Q by C equal to
V or Q by C equal to what is V? Vm sine omega t, no problem. Then C comes here. So Q is equal to CVm sine omega t, no problem. Then what is the next one? Differentiating both sides. See, so we get current. Current is equal to dq by dt. This is the equation. I want the currents. That's why I am differentiating. So equal to d by dt. What is q? It is CVm sine omega t. CVm sine omega t. നിങ്ങൾ പറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് പറയൂ. So current is equal to CVm taken out, balance d by dt sine omega t. Then current is equal to പറയൂ CVm പറഞ്ഞോ sine omega t ഡിഫറൻസിയേഷൻ നടത്തിയാൽ cos omega t. Then omega t ചെയ്താൽ omega. So into omega. No problem. ഇവിടെ വെച്ചു. Then അടുത്തെന്താണ് cos theta equal to sine say 90 plus theta. Okay. So similarly, so here you can apply CVm omega instead of cos omega t. You write sine pi by 2 plus omega t. No problem. Then what is the next? I as such. Then Vm as such divided by 1 by C omega. Then sine idine omega t plus pi by 2. Okay. Then what is the next? 1 by C omega is what? It is Xc. What is Xc? Capacitive reactance. Put it here. So I equal to say Vm by Xc. Then sine omega t plus pi by 2. No problem. Then V by R I. So Vm by R Im. So instead of this you can write Im. So I equal to say Im. Then sine then omega t plus pi by 2. So omega t plus pi by 2. Okay. Equation number 2. This is the equation for current. Okay. So I have the equations for instantaneous value of voltage and instantaneous value of current. Then very clear. See, current is ahead by a phase of pi by 2. See, the variations can be shown in a graph. See, this is voltage graph 0, pi, 2 pi, then here pi by 2, here 3 pi by 2, then this height is what? This height is Vm, maximum voltage. Then what is the next one? Vm by Xc is what? Im. So Im should be less than Vm, no problem. So height should be less. See, voltage graph starts here. So current graph will start 90 degree early. So 90 degree early. So this is minus pi by 2. Then you start it here. So first point, second point, third point, and so on. So height less. Okay, this way. So this is a graph for current. This height will be what? This height is called Im. Then what is the next one? Phase diagram. See, this is what? Voltage. Voltage makes an angle omega t. Then this is what? Current. So current. Angle between voltage and current 90 degree. Okay. Then what will be the angle here? See, this angle will be what? Omega t plus pi by 2. Very clear. Current is omega t plus pi by 2. Then voltage is omega t. Is it clear to you? എല്ലാം ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും എഴുതി ഫിനിഷ് ചെയ്യുക. ഇനി നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ എന്തുകൂടെ നോക്കണം? പവറോടെ നോക്കണം. അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാം. എളുപ്പമാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. സി പവർ ഓഫ് ദി സർക്യൂട്ട്. ഈ സർക്യൂട്ടിൻ്റെ പവർ. സി you consider an AC circuit containing capacitor only. Instantaneous value of voltage is equal to Vm sine omega t. Equation number 1. Instantaneous value of current is equal to say Im sine omega t plus pi by 2. No problem. Equation number 2. Then instantaneous value of power is equal to say voltage into current. Say what is voltage? Vm sine omega t. That into current Im sine omega t plus pi by 2. No problem. Then what is the next one? Power is equal to Vm Im say then sine omega t into say sine omega t plus pi by 2. No problem. Then sine a plus b. You know what is sine a plus b? What is sine a plus b? Sine a cos b plus cos a sine b. ഇത് മാത്സ് ഇല്ലാത്തവർ പഠിച്ചോണ്ടേ. Then അടുത്തത് പറയൂ. പവർ ഈസ് ഈക്വൽ ടു Vm Im പറയൂ സൈൻ ഒമേഗ ടി ഇൻറ്റു
ഇതിനെ പറയൂ പെട്ടെന്ന് പറ. ഇത് എ, ഇത് ബി. പറഞ്ഞോ. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. നമ്മൾ എല്ലാ ഡെറിവേഷനും ഒരേ മെത്തേഡിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മെത്തേഡ് തന്നെ അങ്ങ് പഠിച്ചു പോയാൽ മതി. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാത്തത് എല്ലാത്തിനും ഇത് യൂസ് ചെയ്യാനാണ്. പവർ ഈസ് ഈക്വൽ ടു പറയൂ. കോസ് 90 എന്ന് പറഞ്ഞാൽ 0, അപ്പോൾ ആ ടേം പോയി. സൈൻ 90 1. അപ്പോൾ പറയൂ വി എം ഐ എം സൈൻ ഒമേഗ ടി ഇൻറ്റു പറയൂ ഇത് പോയി, ബാക്കി ബ്രാക്കറ്റിനകത്തുള്ള പറയൂ കോസ് ഒമേഗ ടി ഇൻറ്റു സൈൻ 90 എത്ര 1. ഇനി ബാക്കി ഞാൻ അവിടെ എഴുതാണ്. പവർ ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറയും. പവർ ഈസ് ഈക്വൽ ടു വി എം ഐ എം സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. വി എം ഐ എം സൈൻ ഒമേഗ ടി cos omega t. Then what is the next step? Power is equal to the same step as such. Vm Im sin omega t cos omega t. So shall I multiply by 2 and divide by 2? No change. Then what is 2 sin a cos a? 2 sin a cos a is what? Sin 2a. So അപ്പോൾ ഇവിടെ എക്ക് പകരം കിടക്കുന്ന ഒമേഗ ടി ആണ്. പെട്ടെന്ന് പറയണം. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു വി എം ഐ എം ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു അതിനെങ്ങനെ എഴുതാം? സൈൻ 2a പകരം എന്താണ്? ഒമേഗ ടി. This is a instantaneous value of power. Okay. Then what is the average value of power over a cycle? Average value is equal to average value of this Vm Im divided by 2 sin 2 omega t. Then what is the next step? P is equal to Vm Im divided by 2 taken out. Then average of sin 2 omega t. Then what is the answer of this? This is 0. Is it? So 0 into this. So answer 0. So power is 0. ബുദ്ധിമുട്ടുണ്ടോ? ഇത് കഴിഞ്ഞ ഡെറിവേഷൻ അതുപോലെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ ഇവിടെ സൈൻ എ മൈനസ് ബി ആയിരുന്നു. ഇപ്പം ഇവിടെ എന്തായെന്നേ ഉള്ളൂ? എ പ്ലസ് ബി ആയെന്നേ ഉള്ളൂ. ആകെപ്പാടെ ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരേപോലെ പഠിച്ചങ്ങ് പോവാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, പടപട അടുത്ത് പഠിച്ചു പോവാം. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നാൽ ഞാൻ എഴുതി കാണിക്കാം. So you are going to get expression for what? Power. So power of an AC circuit containing capacitor only. So what is the first sentence? Consider an AC circuit containing capacitor only. The instantaneous value of voltage V is equal to say Vm sin omega t. Then instantaneous value of current is equal to Im sin omega t. Instantaneous value of power is equal to voltage into current. So what is voltage? Vm sin omega t. What is current? This omega t plus pi by 2. Then പറയൂ Im sin omega t plus pi by 2. No problem. Then what is the next step? Or is equal to Vm Im sin omega t into sin omega t plus pi by 2. No problem. Then what is the next one? Sin a plus b. What is sin a plus b? Say sin a cos b plus cos a sin b. Okay. Then അടുത്ത് പറയും. So power is equal to Vm Im say sin omega t into say sin a. What is a? Omega t cos b pi by 2 plus cos a omega t sin b pi by 2. Okay. Then cos 90 0, sin 90 1. So power is equal to Vm Im sin omega t into then see this 0 into this 0. Then what else? 1 into cos omega t. Okay. Then what is the next one? Power is equal to Vm Im say sin omega t cos omega t as such. Then you multiply here by 2 and divide by 2. Then what is the next one? 2 sin a cos a. What is it? It is sin 2a. Am I right? So here a is what? Omega t. So do it. So power is equal to say power is equal to Vm Im by 2. Vm Im divided by 2. Then what is the next one? 2 sin a cos a. What is it? Sin 2a. Sin 2 omega t. Sin 2 omega t. Okay. What is the next step? Average value of power over a full cycle. P bar equal to average of this. Then power is equal to say Vm Im by 2 taken out. Then average of sin 2 omega t. Then you know what is average of sin 2 omega t? It is 0. So 0 into this, answer 0. So power is equal to 0. തോന്നിയോ?
ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നല്ലൊരു ഡെറിവേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ എത്ര ഡെറിവേഷൻ പഠിച്ചു? എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലിയുടെ ഡീറ്റെയിൽസ് പഠിച്ചു, അതൊരെണ്ണം. അതിൻ്റെ പവർ പറഞ്ഞു. അടുത്ത ഇൻഡക്ടർ ഓൺലി അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അടുത്ത അതിൻ്റെ പവർ പറഞ്ഞു. അടുത്ത കപ്പാസിറ്റർ ഓൺലി ഡീറ്റെയിൽസ് പറഞ്ഞു, അതിൻ്റെ പവറും പറഞ്ഞു. സിമ്പിളല്ലേ? അപ്പോൾ വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. നിങ്ങൾ ഇത് എഴുതി പഠിച്ചാൽ അടുത്ത ക്ലാസ്സിൽ വരാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ചാപ്റ്ററിൻ്റെ ബാലൻസ് ഫുള്ളും പഠിക്കാം. ഇതേ മെത്തേഡ് തന്നെ. അത് അറിഞ്ഞുകൂടായെങ്കിൽ നമ്മൾ പണി വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഴുതി പഠിച്ചിട്ട് വരണമെന്ന്. നല്ല സ്പീഡിൽ ആക്കി വരണം. വേറെ മെത്തേഡിലൊന്നും പോകണ്ട. എനിക്ക് വേറെ മെത്തേഡ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, ഇത് എല്ലാത്തിനും യൂസ് ചെയ്യാൻ ഈ ഒരൊറ്റ മെത്തേഡ് മതി. അപ്പോൾ എല്ലാ ഡെറിവേഷനിലും ഇതിലേക്ക് പോകും. അതാണ് ഈ മെത്തേഡ് പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.